തീർച്ചയായിട്ടും ഏതൊരു രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും UDF ജയിക്കും. 5000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പാർട്ടിയുടെ മുഴുവൻ ഇന്നലെ രാത്രി വരെ കണക്കുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവായിട്ടുള്ള നിലമ്പൂരിൻ്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്ത് വന്നാലും 5000 വോട്ട് മിനിമം, അത് എത്ര വേണമെങ്കിലും ഉയരാം. 5000-ൽ കുറയാത്ത വോട്ടിന് UDF തീർച്ചയായിട്ടും നിലമ്പൂർ ജയിക്കും. പ്രധാനമായും ജയിക്കാനുള്ള ഒരു 4 സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, UDF ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. 2 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ ക്ഷീണം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ UDF-ലുണ്ടായി. അതായത് 2016-ഉം 2021-ന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആ എല്ലാ പഴുതും അടച്ചുകൊണ്ടാണ് ഇലക്ഷൻ പ്രചാരണം നടന്നത്. രണ്ടാമത്തത്, ആശാ വർക്കർമാരുടെ നിശബ്ദ പ്രചരണം, അത് UDF-ന് വളരെ കരുത്ത് നൽകിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ആവേശം ഇരട്ടിയാക്കി. 4ാമത്, ഇലക്ഷൻ്റെ തലേ ദിവസത്തെ ഗോവിന്ദൻ മാഷ് RSS അനുകൂല പ്രസ്താവനയും UDF-ന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ഇല്ല, സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വമൊന്നും ഒരു കണക്കിന് UDF-നെ ബാധിക്കില്ല. അദ്ദേഹം തൃപ്പൂണിത്തറയിൽ 5 വർഷം MLA ആയിട്ട് പിന്നീട് നടന്ന ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടല്ലോ. അതുകൊണ്ട് സ്വരാജ് ഇപ്പം അത്ര ഒരു ഗംഭീര സ്ഥാനാർത്ഥിയാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അതൊന്നും ഇലക്ഷനിൽ ഞങ്ങളെ ബാധിക്കില്ല.